നമ്മളിന്ന് എവിടെയാണെന്നല്ലേ? നമ്മൾ എത്തിയിരിക്കുന്ന UAE-ലാണ് ടു മീറ്റ് അവർ പ്ലേസ് സ്റ്റുഡൻസ്. അതെ, എൻട്രിയുടെ എലിവേറ്റ് ക്വാണ്ടിറ്റി സർവേയിങ് കോഴ്സിലൂടെ പ്ലേസ്ഡ് ആയിട്ടുള്ള നമ്മുടെ സ്റ്റുഡൻസിനെ മീറ്റ് ചെയ്യാനാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. ഒരു ഓൺലൈൻ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ജോലിയിൽ പ്ലേസ്ഡ് ആവാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു ഓൺലൈൻ കോഴ്സിൽ എന്തൊക്കെ ഹേർഡിൽസ് ആണ് ഉള്ളത്, അതെല്ലാം കഴിഞ്ഞ് എങ്ങനെ ഒരു ജോബിലേക്ക് പ്ലേസ്ഡ് ആവാം, ഇതെല്ലാം അത് എക്സ്പീരിയൻസ് ചെയ്ത് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് നിന്ന് തന്നെ നമുക്ക് കേട്ട് കഴിഞ്ഞാലോ? സോ നമുക്ക് നമ്മുടെ സ്റ്റുഡൻസിനെ മീറ്റ് ചെയ്യാനായിട്ട് പോവാം. എൻ്റെ പേര് ജയലക്ഷ്മി. ഞാൻ നാട്ടിൽ കോട്ടയത്താണ്. ഇവിടെ യൂണിയനിൽ എക്സോഡസ് ഇന്റർനാഷണലിൽ QS ആയിട്ട് ഞാൻ പ്ലേസ്ഡ് ആയി. ഞാൻ ജോബിന് കയറിയത് ജോയിൻ ചെയ്തിട്ട് 2 monthsനുള്ളിൽ ഞാൻ എനിക്ക് ജോബിന് കയറാൻ പറ്റി. അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് മെയിൻലി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കോഴ്സിനെ കുറിച്ച് എനിക്ക് ഇൻ്റർവ്യൂ സെക്ഷനാണ് കൂടുതലും യൂസ്ഫുൾ ആയിട്ടുള്ളത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഒത്തിരി കമ്പനീസിൽ ഞാൻ നോക്കിയിട്ടൊന്നും എനിക്ക് പ്ലേസ്ഡ് ആയില്ലായിരുന്നു. അപ്പോൾ ഈ QSൻ്റെ തന്നെ 2 monthsനുള്ളിൽ തന്നെ നമുക്ക് എന്തൊക്കെ നമുക്ക് ഒരു ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻസ് വരുന്ന എന്താണെന്ന് നമുക്ക് അത് ആ കാര്യം ആ 2 monthsനുള്ളിൽ പഠിപ്പിച്ചിട്ടില്ലായിരുന്നുവെങ്കിലും നമുക്ക് സ്പെഷ്യലായിട്ട് ക്ലാസ് എടുത്തിട്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പഠിപ്പിച്ച് തന്നായിരുന്നു ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇൻ്റർവ്യൂ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റി. ഈവൻ നല്ലൊരു കമ്പനിയിൽ എങ്ങനെയാണ് നമ്മൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഈ ഇൻ്റർവ്യൂ ട്രെയിനിങ് സെക്ഷൻ നമുക്ക് പറഞ്ഞു തന്നായിരുന്നു. എനിക്ക് മെയിൻലി യൂസ്ഫുൾ ആയിട്ടുള്ളതായിരുന്നു. പിന്നെ അതുകൂടാതെ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത് ജോബിൽ കയറിയിട്ടാണെങ്കിൽ പോലും എനിക്കൊരു മീൻസ് ഞാൻ ഫ്രഷറായിട്ടാണ് പ്ലേസ്ഡ് ആയത്. അപ്പം എനിക്ക് ഒത്തിരി ഡൗട്ടുകൾ ഉണ്ടായിരുന്നു. ഇത് ഇപ്പം ഈവൻ ഒരു ഡ്രോയിങ് വന്നാൽ പോലും അതെങ്ങനെയാണ് നമ്മൾ അതിൻ്റെ മീൻസ് ഡീറ്റെയിൽസ് ഒക്കെ എടുക്കുന്നത്, അതൊന്നും അറിയാൻ മേലാതെ തന്നെ ഞാൻ കയറിയത്. അപ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് ഡൗട്ട് ചോദിക്കാൻ നമ്മുടെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് ആ സ്പോട്ടിൽ തന്നെ നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുമായിരുന്നു. ഡയറക്റ്റ് എൻ്റെ BTech കോഴ്സ് കഴിഞ്ഞ പാടെ ചെയ്തതാണ് ക്വാണ്ടിറ്റി സർവേയിങ് QSൻ്റെ കോഴ്സ് എൻട്രീൻ്റെ കൂടെ. ഞാനത് ചെയ്യാനുള്ള കാരണം ഞാൻ എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞ ടൈമിൽ ഞാൻ കുറച്ച് ഇൻ്റർവ്യൂസ് ക്രാക്ക് ചെയ്യാൻ നോക്കി. പക്ഷേ അവർ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു അത്യാവശ്യം നോളജ് ഉള്ള കൂട്ടത്തിൽ. അപ്പം കോഴ്സ് കഴിഞ്ഞ പാട്ടിൽ, അതായത് ഗ്രാജുവേഷൻ കഴിഞ്ഞ ടൈമിലായതുകൊണ്ട് എനിക്കും വലിയ കാര്യമായിട്ട് ഇൻ്റർവ്യൂസ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ പെർഫെക്റ്റ്ലി ഒരു പോസ്റ്റ് എയിം ചെയ്ത് ആ ഒരു പോസ്റ്റിലേക്ക് എന്നുള്ള ഒരു രീതിക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ എൻട്രിയിലേക്ക് വരുന്നത്. എൻട്രിയിൽ ഞാൻ എൻ്റെ കോഴ്സ് എടുത്തു. ഞാൻ നാട്ടിൽ എൻ്റെ കോഴ്സ് എടുക്കുന്ന ടൈമിൽ തന്നെ ഞാൻ നാട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു ടൈമിലും എനിക്ക് ഫസ്റ്റ് ക്ലാസ്സസ് ഒക്കെ ക്വാണ്ടിറ്റി എടുക്കുന്നത് എങ്ങനെയാണ്. അപ്പം ഞാൻ ഒരു ജൂനിയർ പോസ്റ്റിൽ ജോയിൻ ചെയ്ത ടൈമിൽ അപ്പം എനിക്ക് ഈസി ആയിരുന്നു. കാരണം അത്രയ്ക്ക് വലിയ ഒരു ഡിഫിക്കൽട്ടി എനിക്ക് ഫീൽ ചെയ്തില്ല. ആ ഒരു ജേണി എനിക്ക് ഓക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് കരിയർ കുറച്ചും കൂടെ ഒന്ന് ബിൽഡ് ചെയ്യണം എന്നുള്ളൊരു തോട്ടിലാണ് ഞാൻ UAE-യിലേക്ക് വന്നത്. UAE-യിലേക്ക് വരുന്ന ടൈമിൽ തന്നെ കുറച്ച് ഡിഫിക്കൽട്ടീസ് എനിക്ക് ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ നാട്ടിലെ ഒരു ജോബ് ബേസ് ചെയ്തിട്ടാണ് ഞാൻ വരുന്നത്. അപ്പം അതും ഇവിടെ വന്ന് ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുമ്പോൾ അത് രണ്ടും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ടായിരുന്നു. അവിടുന്ന് ഞാൻ എന്താണോ ചെയ്തതും ഇവിടെ വന്നിട്ട് എന്താണോ ഞാൻ എൻ്റയർലി ഭയങ്കരമായിട്ടൊരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീണ്ടും നമ്മുടെ എൻട്രി ടീമിനെ തന്നെ സമീപിച്ചു. അപ്പം അവരുടെ അടുത്ത് നിന്ന് എനിക്ക് മോക്കപ്സ് ഉണ്ടായിരുന്നു ഇന്റർവ്യൂവിന്. സ്വപ്ന മാം ആയിരുന്നു എനിക്ക് മോക്കപ്സ് എടുത്തത്. മാം പറഞ്ഞു, നിങ്ങൾ കോൺഫിഡൻസ് ഒട്ടും വിട്ടുകളയാണ്ട് തന്നെ എന്താണോ നമുക്കറിയാവുന്നത് അത് നമ്മൾ മര്യാദയ്ക്ക് ഇന്റർവ്യൂ ഫേസ് ചെയ്യുക. പിന്നെ മാം കുറേ ടിപ്സ് തന്നു. മാമിൻ്റെ ഒരു സെക്ഷൻ തന്നെ എനിക്ക് പേഴ്സണലായിട്ട് ഉണ്ടായിരുന്നു. പേഴ്സണലായിട്ട് നമുക്ക് മോക്കപ്സ് അവർ അറേഞ്ച് ചെയ്ത് തരും. അപ്പം പേഴ്സണലായിട്ട് എനിക്ക് ഉണ്ടായിരുന്നു 2-3 മോക്കപ്സ് മാമിൻ്റെ വക ഉണ്ടായിരുന്നു. അപ്പം അതുവഴിയും എനിക്ക് മാമിൻ്റെ ഞാനൊരു ഇന്റർവ്യൂ പോകുന്നതിന് മുമ്പ് മാമിൻ്റെ ഒരു മോക്കപ്പ് കഴിഞ്ഞിട്ടാണ് ഞാൻ പോയത്. ആ ഒരു ജോബ് തന്നെ എനിക്ക് കിട്ടുകയും ചെയ്തു. അപ്പം മാം എന്താണോ അതിൽ പറഞ്ഞു തന്നത് ആ ഒരു സെയിം ഇതിൽ തന്നെയായിരുന്നു അവരും എന്നോട് ചോദിച്ചത്. ആ ഒരു സെയിം ക്വസ്റ്റ്യൻസിൽ ചെറിയ ഡിഫറൻസ് ഉണ്ടെങ്കിലും സെയിം പാറ്റേൺ ആയിരുന്നു. അപ്പം എനിക്കത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളും ആയി. ഞാൻ ഇന്റർവ്യൂ കഴിഞ്ഞ് വന്നിട്ട് മാമിനെ വിളിച്ച് പറയുകയും ചെയ്തത് എനിക്ക് ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ പറ്റി. മാമിനെ വിളിച്ച് പറയുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ജോബാണെങ്കിലും കൂടെ കോഴ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം കോഴ്സിൽ നമുക്ക് അവർ പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെയാണ്
സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മുടെ നാട്ടിലെ പോലെ അല്ല UAE. അപ്പം UAE വെക്കുന്ന സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളും ഫിഡിക്കൊക്കെ ആണെങ്കിലും ഞാനിപ്പം ജോയിൻ ചെയ്ത് എൻ്റെ കൂടെ തന്നെ ജൂനിയേഴ്സ് ലെവലിൽ വേറെ കുറെ പേരുണ്ട്. അവര് പറയുന്നത് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് നമ്മളിത് അറിയുന്നത്, ഇങ്ങനെ സംഭവങ്ങളൊക്കെ നമ്മൾ അറിയുന്നത് ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ്. പക്ഷെ എനിക്ക് പുതിയതായിട്ടൊരു കാര്യം കേൾക്കുന്ന പോലെ ഇല്ല. എനിക്ക് അവർ പറയുന്ന ടേംസ് ആണെങ്കിലും പെട്ടെന്ന് എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓൾസോ ഇപ്പൊ എന്താ പറയാ, ഇന്റർവ്യൂസും മറ്റും സെഷൻസിന്റെ ബെനിഫിറ്റ്സും മറ്റും പറഞ്ഞല്ലോ. സോ ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വെച്ചാൽ അപ്സ്കില്ലിംഗ് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. ബേസിക്കലി നമ്മുടെ നാട്ടില് ഒരു എഞ്ചിനീയർ പുറത്തോട്ട് വരുമ്പോൾ മേ ബി നമ്മൾ കംപ്ലീറ്റ്ലി ബ്ലാങ്ക്, മേ ബി അലീനയും ആ രീതിയിലായിരിക്കും. എപ്പോഴാണ് QSനെ കുറിച്ച് അറിഞ്ഞത്? ലൈക്ക് ഫോർ എക്സാമ്പിൾ കോഴ്സ് ബിടെക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ QSനെ കുറിച്ച് അറിഞ്ഞിരുന്നു? ഇല്ല, ഞാൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് കോഴ്സ്, അതായത് ബിടെക് ഒരു ഗ്രാജുവേറ്റ് ആയി, ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആയി എന്നുള്ളൊരു അഹങ്കാരത്തിലാണ് ഞാൻ പോയിട്ട് ഇന്റർവ്യൂസിനായിട്ടുള്ള അറ്റൻഡ് ചെയ്യുന്നത്. അപ്പം ചെന്ന് ഇന്റർവ്യൂസിന് അറ്റൻഡ് ചെയ്യുമ്പോൾ ഇന്റർവ്യൂ ബോർഡ് എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് ഞാൻ എന്തിലേക്കാണ് ഞാൻ ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് ഞാൻ അന്നേരമാണ് ചിന്തിക്കുന്നത്. ഏത് മേഖലയിലോട്ടാണ് ഞാൻ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് അന്നേരമാണ് ഞാൻ ചിന്തിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ QS എന്നുള്ളൊരു പോസ്റ്റ്, QS എന്നുള്ളൊരു പോസ്റ്റിലേക്ക് നമുക്ക് എയിം ചെയ്യാം. അങ്ങനെയാണ് ഞാൻ QS പഠിക്കണം എന്നായി. അങ്ങനെ ഞാൻ കുറെ അടുത്ത് അന്വേഷിച്ച് നോക്കി. എനിക്ക് ഓൺലൈനായിട്ടും വേണമായിരുന്നു, കൺവീനിയന്റ് ആയിട്ട് എൻ്റെ ടൈമും കൺവീനിയൻസും എല്ലാം നോക്കിയിട്ട് തന്നെ. അങ്ങനെ നോക്കുമ്പോഴാണ് ഞാൻ എനിക്ക് ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഞാൻ എൻട്രീൻ്റെ ആഡ് കണ്ടത്. അങ്ങനെയാണ് ഞാൻ കോൺടാക്ട് ചെയ്യുന്നത്. ഇപ്പം എൻട്രീൻ്റെ കോഴ്സിൽ ഞാൻ കണ്ട ഒരു കാര്യം അതാണ്, അവർ നമുക്ക് ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് തരുന്നുണ്ട്. നമുക്ക് അറിയില്ല എന്നുള്ളൊരു കാര്യമാണെങ്കിൽ കൂടെ അത് നമ്മൾ പഠിക്കണം, അല്ലെങ്കിൽ മനസ്സിലാക്കണം, അതിങ്ങനെയാണ് വരുന്നതെന്ന് നമ്മൾ തന്നെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ കുറേ പേരുണ്ട്. അപ്പം നമ്മൾ എങ്ങനെ ചോദിച്ച് മനസ്സിലാക്കി ഒരു കാര്യം നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു തരാൻ അവർ എപ്പോഴും തയ്യാറാണ്, എപ്പോഴും റെഡിയാണ്. നമ്മൾ എപ്പോൾ ഡൗട്ട് ചോദിച്ചാലും ആരുടെ അടുത്ത്, അത് എൻ്റെ ഏത് സ്റ്റാഫിൻ്റെ അടുത്ത് നമ്മൾ ചോദിച്ചാലും ഇൻ കേസ് അവർക്ക് ആ ഒരു ടൈമിൽ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ അവർ അന്നേരം തന്നെ വേറെ ആളെ കണക്ട് ചെയ്ത് തരും. നമുക്ക് ഒരു ഡൗട്ട് വെച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഉണ്ട്, ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ഒരു ഡൗട്ട് വെച്ച് നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് പോയിട്ട് ഇപ്പം ആ ഒരു ഡൗട്ട് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കും. ആ ഒരു സാധനം എൻട്രിയിൽ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പം ഡൗട്ട് ആണെങ്കിൽ കൂടെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അവരോട് ചോദിക്കാം. അവരത് ഫ്രീ ആണ്, അവർ പറഞ്ഞു തരാൻ. അതേപോലെ തന്നെ ഇപ്പോ പറഞ്ഞ കാര്യത്തിൽ നമ്മള് ഓൺലൈൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് എല്ലാവർക്കും വരുന്ന ഒരു പ്രധാന കൺസേൺ കൂടിയാണ് നമ്മുടെ ടൈം കൺവീനിയൻസ്. നമ്മുടെ ഡൗട്ട്സ് ക്ലിയർ ആവുമോ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മെന്റേഴ്സിനെ റൈറ്റ് ടൈമിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഒബ്വിയസ്ലി അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മൾ ഒരു ഫിസിക്കൽ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഫേസ് ടു ഫേസ് ഫിസിക്കലി ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, റൈറ്റ്? ബട്ട് ഓൺലൈൻ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻസ് ഒട്ടുമിക്ക സ്റ്റുഡൻസിനും ഉണ്ടാവും. അപ്പം ആ ഒരു കൺസേൺ അലീനക്ക് ഉണ്ടായിരുന്നു? എനിക്ക് ഞാൻ ആദ്യമേ കോഴ്സ് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് അങ്ങനെ ഒരു കൺസേൺ ഉണ്ടായിരുന്നു. കാരണം എത്രത്തോളം ഇത് വിജയിക്കും എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. കാരണം ഓൺലൈനാണ്, ഫിസിക്കലായിട്ട് നമ്മൾ പോകുന്നില്ല. ഇപ്പം ചിലപ്പം റെക്കോർഡഡ് സെക്ഷൻസ് ആയിരിക്കുമോ, 2-3 ക്ലാസ് കഴിഞ്ഞ് പിന്നെ അവർ റെക്കോർഡ് സെക്ഷൻസ് തരുമോ, അങ്ങനെ ഒക്കെ ഉള്ള ഡൗട്ടും എനിക്കുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ജോയിൻ ചെയ്ത് തന്നെ ഒരു ക്ലാസ് മിസ്സാക്കാണ്ട് എനിക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റി. കാരണം നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി, അതായത് ആ ഒരു ടോപ്പിക്കിന് അവർ എടുക്കുന്ന രീതി ആയിരിക്കാം, നമുക്കൊരു ഫീൽ ഫ്രീ ആയിരുന്നു, ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് നമുക്ക് അത് അടുത്ത ക്ലാസ്സിലേക്കാണെങ്കിലും നെക്സ്റ്റ് സെക്ഷൻസിലേക്ക് പോകാനാണെങ്കിലും ഭയങ്കര ഫ്രീ ആയിരുന്നു. പിന്നെ നോർമലി ഞാൻ വേറെ കോഴ്സ് ചെയ്തിട്ടുണ്ട്, QSന്റെ ആണെങ്കിലും വേറെ കോഴ്സ് ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്ത് 2-3 ഡേയ്സ് കഴിഞ്ഞ് ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് ക്ലാസ് അത്രയ്ക്ക് ഉപകാരപ്രദമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ എൻ്റെ ആണെങ്കിലും അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. ഭയങ്കര കൺവീനിയന്റ് ആയിരുന്നു. പിന്നെ അവർ എടുക്കുന്ന ടോപ്പിക്സ് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കിച്ചിട്ട് അവർ നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോവുള്ളൂ. നമുക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പ് സെക്ഷനിൽ നമുക്ക് ചോദിക്കാൻ പറ്റിയില്ലെങ്കിലും ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് നമ്മുടെ മെന്ററിനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മെന്റർ അതിന് നമുക്ക് ഡൗട്ട്, ആരുടെ ക്ലാസ്സിലാണോ ഡൗട്ട് അവരെ നമുക്ക് കോൺടാക്ട് ചെയ്ത് തരും. നമുക്ക് അവരെ ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാം. മനസ്സിലായി. ടൈമിന്റെ ഇഷ്യൂസ് എന്തെങ്കിലും? ഫോർ എക്സാമ്പിൾ ഇപ്പം എൻ്റെ അടുത്ത് സ്റ്റുഡൻസ് പറയാറുണ്ട്, ഞാൻ ഓൾറെഡി വർക്കിംഗ് ആണ്. അലീന പറഞ്ഞു കോഴ്സ് എടുക്കുന്ന സമയത്ത് എന്തൊരു ജോബ് ചെയ്യുന്നുണ്ടായിരുന്നു. രണ്ടും കൂടെ എങ്ങനെയാ മാനേജ് ചെയ്തത്? ബിക്കോസ് കറന്റ് ഇപ്പൊ എല്ലാവരും ഫേസ് ചെയ്യുന്ന വിഷയമാണ്. മേ ബി ജോബ് ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പം ലേഡീസ് ആണെങ്കിൽ അവർക്ക് വീട്ടിലെ കുട്ടികൾ, അങ്ങനത്തെ കുറച്ച് ഹൗസ് വൈഫ്സ് ആയിരിക്കും. അപ്പം എങ്ങനെയാണ് ഇതിന് ടൈം കണ്ടെത്തുക? അല്ലെങ്കിൽ ഓൺലൈൻ കോഴ്സ് ചെയ്യുമ്പോൾ
നമുക്ക് എങ്ങനെ കുറച്ചൊരു 1 hour നമ്മുടെ ഡെയിലി ഇതിൽ മാറ്റി വെക്കാം, അതിനെ കുറിച്ച് അത് ഞാൻ പറഞ്ഞ ഇപ്പൊ നമ്മൾ കോഴ്സ് അതായത് ഗ്രാജുവേഷന്റെ ടൈമിലാണെന്നുണ്ടെങ്കിൽ നമുക്കത് കുറച്ചും കൂടെ കൺവീനിയന്റ് ആയിരിക്കും. ആ ഒരു ടൈമിൽ നമുക്ക് ഒരു 1 hour എന്ന് പറയുന്നത് വലിയ കാര്യമായിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മൾ വർക്കിംഗ് ആണെങ്കിൽ വർക്കിന്റെ സ്ട്രെസ്സും എല്ലാം കൂടെ കഴിഞ്ഞ് നമുക്ക് ചിലപ്പോൾ ക്ലാസ് വേണ്ട, ഇന്നിപ്പോ കൂടണ്ട, അടുത്ത ക്ലാസ് എടുക്കാം, അങ്ങനെ ഒരു തോട്ട് നമുക്ക് വരും. ആ ഒരു ഇത് നമുക്ക് ഗ്രാജുവേഷന്റെ ടൈമിൽ, അതായത് നമ്മുടെ കോഴ്സിന്റെ എഞ്ചിനീയറിംഗ് കോഴ്സിന്റെ കൂടെ തന്നെ ആണെങ്കിൽ അത് നമുക്ക് എഞ്ചിനീയറിംഗും ഹെൽപ്ഫുൾ ആയിരിക്കും, അത് കഴിഞ്ഞിട്ട് ഉള്ള നമ്മുടെ ജോബ് കരിയറിനും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അതേപോലെ തന്നെ ഇപ്പൊ UAE ജോബ് അന്വേഷിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ someone who is passionate about US, അയാൾ UAE വരുവാണ്, ചിലപ്പോൾ നാട്ടില് ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്ത എക്സ്പീരിയൻസ് ചിലപ്പോൾ കാണുമല്ലോ. അപ്പോൾ അങ്ങനെ ഫ്രഷ് ആയിട്ട് UAE വരുന്ന ഒരാൾക്ക് കൊടുക്കാനുള്ള എന്തെങ്കിലും ടിപ്സോ, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഇവിടുത്തെ ജോബ് മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യേണ്ടത്, അങ്ങനെ ഒരു മെസ്സേജ് എന്തെങ്കിലും? ഇവിടുത്തെ ജോബ് മാർക്കറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കോമ്പറ്റീഷൻ ആണ്. നമ്മൾ നാട്ടിലെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്, നാട്ടിൽ നമ്മൾ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും. ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ ജൂനിയർ പോസ്റ്റിൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ. കാരണം ഇവര് ഫോളോ ചെയ്യുന്നതും നമ്മൾ ഫോളോ ചെയ്യുന്നതും രണ്ടായിരിക്കും. ഡിഫറൻസ്, നല്ലപോലെ ഡിഫറൻസ് ഉണ്ട്. നമ്മളിപ്പം ഇവിടെ വന്നിട്ട് നമ്മൾ ജോബ് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് ജോബ് അന്വേഷിക്കുന്നത്, ഞാനും ഇവിടെ വന്ന് ജോബ് അന്വേഷിച്ച ഒരാളാണ്, നല്ല ഡിഫിക്കൽട്ടീസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. കാരണം ഇവര് നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങളും, അതായത് നമ്മൾ ഇന്റർവ്യൂവിൽ ഫേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, നമ്മൾ നാട്ടിലെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ നമ്മള് അന്നേരം നമുക്ക് ഒരു ഗിൽട്ട് ഫീൽ ചെയ്യും. കാരണം ഇത് നമുക്ക് അറിയില്ലല്ലോ എന്നുള്ളൊരു ഗിൽട്ട് ഫീൽ ചെയ്യും. അതിലാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു ഗിൽട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മാമിനെ കോണ്ടാക്ട് ചെയ്തത്. അങ്ങനെയാണ് സബ്ന മാമിന്റെ മോക്ക് ഇന്റർവ്യൂ എനിക്ക് കിട്ടിയത്. അപ്പം ഞാൻ മാമിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇത് അറിയത്തില്ലല്ലോ എന്നുള്ളൊരു ഗിൽറ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ മാം പറഞ്ഞു, അങ്ങനെ ഒരു ഗിൽറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് നമ്മുടെ വിജയം. കാരണം ആ ഒരു ഗിൽറ്റ് വരുമ്പോഴേ നമുക്ക് അതെന്താണെന്ന് പഠിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ നെക്സ്റ്റ് ഇന്റർവ്യൂ പോകുമ്പോൾ അതും കൂടെ പഠിച്ചിട്ടേ പോവുള്ളൂ. അതുകൊണ്ട് മാക്സിമം നമ്മളിവിടെ ഇവിടുത്തെ മാർക്കറ്റ് എന്താണെന്ന് അറിയുക, ഇവിടുത്തെ മാർക്കറ്റിലേക്ക് ഫോക്കസ് ചെയ്യുക. എൻട്രിയിൽ തന്നെ ആണെങ്കിലും അവര് നമുക്ക് UAE ബേസ്ഡ് ആയിട്ടുള്ള കുറെ സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. അപ്പം ആ ഒരു സ്റ്റാൻഡേർഡ്സ് നമുക്ക് അറിയാമെങ്കിൽ തന്നെ ഓൾമോസ്റ്റ് ഇന്റർവ്യൂ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഒരു ഫ്രഷറായിട്ട് വരുന്ന ഏതൊരു സ്റ്റുഡന്റ് ആവട്ടെ, ഒരു അപ്സ്കില്ലിംഗ് ഒരു കോഴ്സ് നമ്മൾ ചെയ്തിരിക്കണം. നിങ്ങളത് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു 2 year 3 year എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്റ്റാഫിന്റെ ലെവലിൽ എത്താൻ പറ്റും. അല്ലാതെ നമ്മൾ ഒരു ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ കോഴ്സിലൂടെ കിട്ടുന്ന ഒരു 6 month കൊണ്ട് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ 3, 4, 5 വർഷം എടുക്കും. അതിൽ ചേർന്നപ്പോഴാണ് എങ്ങനെയാണ് ഒരു CV പ്രിപ്പയർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു കമ്പനിയിൽ അപ്ലൈ ചെയ്യേണ്ടത്, ഒരു ഇന്റർവ്യൂ US പോസ്റ്റിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ നന്നായിട്ട് ഒരു പറഞ്ഞു തരികയും നമ്മളെ പ്രിപ്പയർ ചെയ്യിപ്പിച്ചു എന്ന് വേണം പറയാം. നമ്മുടെ മുന്നേ ഉണ്ടായിരുന്ന CV-യില് ഒരുപാട് പോരായ്മകളുണ്ട്. അതായത് ഒരു CV, ഒരു ആപ്ലിക്കന്റ് ട്രാക്ക് സിസ്റ്റത്തിൽ ഉള്ള ഒരു CV ആണെങ്കിൽ മാത്രമേ നമ്മളൊരു കമ്പനിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത് സെലക്ട് ആവത്തുള്ളൂ. അത് സിസ്റ്റം തന്നെ ജനറേറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ ഒരുപാട് പേര് ഒരു പോസ്റ്റ് അപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ ആ GCC-യിലൊക്കെ എല്ലാ കമ്പനികളിലും അങ്ങനെയാണ് CV സെലക്ട് ചെയ്യുന്നത്. അപ്പൊ അവര് പോസ്റ്റ് ചെയ്യുന്ന ആ ഒരു ജോബ് റോളിന്റെ എന്തൊക്കെ പോയിന്റ്സ് ഉണ്ട് അതെല്ലാം നമ്മുടെ CV-യിൽ ഉണ്ടെങ്കിൽ മാത്രമേ ആ സോഫ്റ്റ്വെയർ നമ്മുടെ CV സെലക്ട് ആകത്തുള്ളൂ. അതെങ്ങനെയാണ് ഒരു റെസ്യൂം കൊടുക്കേണ്ടത്, അതെങ്ങനെ പവർ വെർബിൽ സ്റ്റാർട്ട് ചെയ്യണം, ക്വാണ്ടിഫൈ ചെയ്ത് നമ്മളെ CV പ്രിപ്പയർ ചെയ്യണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടെന്ന് ഞാൻ ഈ CV പ്രിപ്പറേഷൻ ക്ലാസ്സിൽ നിന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അങ്ങനെ അവരുടെ ഗൈഡൻസിൽ എൻ്റെ CV ഞാൻ നല്ല രീതിയിൽ എഡിറ്റ് ചെയ്ത് നല്ലൊരു ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള CV എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ കഴിഞ്ഞു. അതിനുശേഷം ഞാൻ അപ്ലൈ ചെയ്യുന്ന പോസ്റ്റിലല്ല എനിക്ക് ഒരുപാട് ഇന്റർവ്യൂ കോഴ്സ് കിട്ടുകയുണ്ടായിട്ടുണ്ട്. ഈ ഒരു കോഴ്സ് ചെയ്താൽ നമ്മൾ ലൈവ് പ്രൊജക്ട് വെച്ചിട്ട് അവർ നമ്മളെ ട്രെയിൻ ചെയ്യിക്കും. അതിലൂടെ നമ്മൾ ഒരുപാട് ഡ്രോയിങ്സിൽ നമുക്ക് ഒരുപാട് ഡ്രോയിങ്സിൽ നോളജ് ഉണ്ടാവും. ഓരോ കാര്യങ്ങളും നന്നായിട്ട് വിശദീകരിച്ചാണ് നമ്മുടെ കോഴ്സിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. അതിലൂടെ നമുക്ക് പെട്ടെന്ന് പ്രഷറായിട്ട് പഠിച്ചിറങ്ങുന്ന ഒരാൾക്ക് പോലും എനിക്ക് തോന്നുന്നില്ല ഡ്രോയിങ്സ് ഒക്കെ റീഡ് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അതുമല്ല UAE പോലെയുള്ള രാജ്യത്ത് പെട്ടെന്ന് വന്ന് എക്സ്പീരിയൻസ് ഇല്ലാതെ ജോബ് കിട്ടുക പോലെയല്ല. ഇവിടുത്തെ ഡ്രോയിങ്സ് ഒക്കെ ഇച്ചിരി വളരെ ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കി എടുക്കാൻ. അതെല്ലാം ഒരു ലൈഫ് പ്രോജക്റ്റിലൂടെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നല്ല ഒരു ക്ലാരിറ്റി കിട്ടും.
എനിവേ ഓൾ ദി ബെസ്റ്റ് Thank ഫോർ ഫ്യൂച്ചർ എൻഡേവേഴ്സ്. കരിയറിൽ മുന്നോട്ട് ഗ്രോ ചെയ്ത് പോവുക. ബിക്കോസ് കരിയർ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് എന്താ പറയുക, നമ്മുടെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഒരു പേഴ്സണൽ ഗ്രോത്തിന് അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ഫ്യൂച്ചറിൽ ഇനിയും ക്വാണ്ടിറ്റി സർവേയുടെ ഹൈറ്റ്സിലേക്ക് എത്താൻ പറ്റട്ടെ എന്ന് താങ്ക് യു. ആശംസിക്കുന്നു.